വിധിയുടെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2 രാത്രികൾ ഒരു പകൽ, അതിനപ്പുറം വിധി ദിനമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. രാജ്യത്തിന്റെ വിധി, നമ്മുടെ ഓരോരുത്തരുടെയും വിധി, രാഷ്ട്രീയ വഴി, എന്തെന്തൊക്കെ തീരുമാനിക്കുന്ന സുപ്രധാന വിധി. എക്സിറ്റ് പോളുകൾ ഉണ്ടാക്കിയ ഓളങ്ങൾ തുടരുന്നു. കേരളത്തിൽ ആരു നേട്ടം കൊയ്യും? UDF-നൊപ്പം തന്നെയെന്നും LDF-ന് കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നേറ്റമുണ്ടാകുമെന്നും അതല്ല വമ്പൻ തിരിച്ചടിയെന്നും താമര വിരിഞ്ഞേക്കുമെന്നും പ്രവചനങ്ങളുണ്ട്. ഒരു വേൾഡ് വാറിന് സാധ്യത. പ്രവചനങ്ങൾ അങ്ങനെ തുടരട്ടെ, അന്തിമ വിധി വരട്ടെ. അന്തിമ വിധി വരട്ടെ. തന്റെ ഈ ഷോ സാമാന്യം നല്ല ബോറാവുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഇലക്ഷനിൽ എന്തു സംഭവിക്കും, രാജ്യത്തിന്റെ ഗതി എന്താണ്, രാജ്യത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ട് എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ മഥിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ നമ്മളുടെ തലച്ചോറിനെ വലിയ തോതിൽ വലിയ തോതിൽ മതിക്കുന്നത് ഈ ഒരൊറ്റ വിഷയം തന്നെയാണ്. കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ചു പറയാം. മതിക്കുന്നത് ഈ ഒരൊറ്റ വിഷയം തന്നെയാണ് എന്നത് പ്രധാനവുമാണ്. വോട്ട് വിഹിതമാണ് കേരളത്തിൽ BJP-ക്ക് ചില സർവേ ഫലങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. 1 മുതൽ 3 മണ്ഡലങ്ങളിൽ വരെ താമര വിരിഞ്ഞേക്കാം എന്ന് പറയുന്നത്. ഇത് BJP തന്നെ വിശ്വസിക്കുന്ന ഒരു കണക്കാണോ അതോ കുറച്ചു കടന്ന പ്രവചനമാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ മാധുവിന് ഈ തലച്ചോറിൽ നിന്ന് ഇത്ര വലിയ മഥനം ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, അതെനിക്ക് മനസ്സിലായില്ല. തലച്ചോറിൽ ഇങ്ങനെ വല്ലാതെ മതിക്കേണ്ട കാര്യമൊന്നുമില്ല. ജയിക്കുമ്പം മനസ്സിലാണ് സന്തോഷിക്കേണ്ടത്. മനസ്സിൽ സന്തോഷമാണ് വേണ്ടത്. അതെന്തൊരു നെഗറ്റീവായ നിരീക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നമ്മുടെ തലച്ചോറിനെ മതിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. BJP ജയിക്കും എന്ന് പറയുമ്പോൾ എന്റെ തലച്ചോറ് കടഞ്ഞ് അതിൽ നിന്ന് എന്തെങ്കിലും വിഷം പുറത്തു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? മാത്രമല്ല, വളരെ സൗഹാർദ്ദമായി, വളരെ വളരെ ഓപ്പണായ ഒരു ക്വസ്റ്റിനെ അങ്ങ് എന്തിനാണ് അത്ര നെഗറ്റീവായി കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നെഗറ്റീവായിട്ട് കണ്ടില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ടും സന്തോഷത്തോടെയാണ് പറഞ്ഞത്, ഒരു നെഗറ്റീവായിട്ടും അല്ല. പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ വല്ലാതെ നമ്മുടെ തലച്ചോറിനെ മതിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിന് സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. ജനാധിപത്യത്തിൽ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, BJP ആയാലും കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണി ആയാലും ജയിച്ചു വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ജയിക്കും എന്ന ഒരു എക്സിറ്റ് പോളിൻ്റെ പ്രവചനം വരുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടെ ആനന്ദദായകമായ ഒരു അന്തരീക്ഷത്തിൽ കാണണം എന്ന് മാത്രം പറഞ്ഞു എന്നുള്ളത്, നെഗറ്റീവേ അല്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? പിന്നെ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ, തമാശയായിട്ട് എടുത്താൽ മതി. നമ്മൾ സൗഹൃദപരമായിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ആകെ നെഗറ്റീവ് ആയിരുന്നല്ലോ ഈ ചാനലിൽ. ഞങ്ങളോട് ചോദിച്ചിരുന്നത് മുഴുവൻ ഒരെണ്ണം പോലും പോസിറ്റീവ് ചോദിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി തകരുന്നത്? എന്തുകൊണ്ടാണ് BJP ഇല്ലാതാവുന്നത്? എന്തുകൊണ്ടാണ് പോളിംഗ് കുറഞ്ഞത്? എന്തുകൊണ്ടാണ് വർഗീയ വിഷം ചുമർത്തുന്നത്? ഇങ്ങനെ കഴിഞ്ഞ ഒരു 15 ദിവസത്തെ മാധു അടക്കമുള്ള മാതൃഭൂമിയിലെ അവതാരകന്മാരുടെ ചർച്ച വെറും നെഗറ്റീവായിരുന്നു. BJP വിരുദ്ധതയുടെ നെഗറ്റീവ്. ഞാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് BJP തകരുന്നത് എന്നൊരു ചോദ്യം കഴിഞ്ഞ 15 ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരു പാനലിസ്റ്റിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലുള്ള ഒരു ജേർണലിസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യണം പ്ലീസ്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. ഫ്ലാഷ് ബാക്ക്. ഇപ്പൊ കഴിഞ്ഞ 2 മാസക്കാലമായി മാതൃഭൂമി എടുത്തുകൊണ്ടിരിക്കുന്ന പണി ഈ 4-ാം തീയതി വരെ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങൾ നടത്തിയിട്ടുള്ള പരിപാടികളൊന്ന് വായിച്ചു തരാം. ഒരു സെക്കൻഡ് ഒന്ന് നിങ്ങൾ കേൾക്കണം. അവിടെ പ്രേക്ഷകരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ ചർച്ചകളുടെ ഹെഡിങ്ങുകൾ ഞാൻ സമ്മാനിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 1, സാമുദായിക ധ്രുവീകരണം മോദിയുടെ അവസാനത്തെ ആയുധമോ? ചർച്ച.
BJPക്ക് ആയുധം വർഗീയത മാത്രമോ? അടുത്ത ചർച്ച. BJPയുടെ ആത്മവിശ്വാസം കുറഞ്ഞോ? അടുത്ത ചർച്ച. ജയിക്കാൻ മോദിക്ക് കടന്ന കയ്യോ? അടുത്ത ചർച്ച. വോട്ടിന് വിദ്വേഷമോ ജയിക്കാൻ വർഗീയത പറയണോ? അടുത്ത ചർച്ച. ഇനി കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ ചർച്ചയോ? ഇന്ത്യയുടെ ഉയിർപ്പോ? തരംഗമാകുമോ രാഹുൽ? പിന്നെ കരുത്തനായോ കേജ്രിവാൾ? അപ്പോ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ കഴിഞ്ഞ 2 മാസക്കാലം ഓവർ ടൈം പണിയെടുത്തത്? അതിനി ആരുടെയൊക്കെ എവിടുന്നൊക്കെയുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? അത് നിങ്ങളാണ് തുറന്നു പറയേണ്ടത്. ബോധ്യത്തോടെ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി വന്നിരുന്ന് പറയാണ്. മാത്രമല്ല ജേർണലിസ്റ്റുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ 15 ദിവസം ചോദിച്ചത്, എന്തുകൊണ്ടാണ് മോദി തകരുന്നത്, എന്തുകൊണ്ടാണ് BJP ഇല്ലാതാകുന്നത്? 2 ദിവസം ഞാൻ എടുക്കുന്നത്. പോളിംഗ് ശതമാനമൊക്കെ ചോദിക്കും കേട്ടോ, ഇലക്ഷൻ അല്ലേ, ചോദിക്കില്ലേ? കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല, കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. എന്തുകൊണ്ടാണ് മോദി തകരുന്നത്, എന്തുകൊണ്ടാണ് BJP ഇല്ലാതാകുന്നത്? 2 ദിവസം ഞാൻ എടുക്കുന്നത്. പോളിംഗ് ശതമാനമൊക്കെ ചോദിക്കും കേട്ടോ, ഇലക്ഷൻ അല്ലേ, ചോദിക്കില്ലേ? പോളിംഗ് കുറഞ്ഞൊക്കെ ചോദിക്കും ഉറപ്പായിട്ടും. നീ അത് തെളിയിച്ചു. അല്ല, എന്തുകൊണ്ടാണ് മോദി തകരുന്നത്, BJP ഇല്ലാതാകുന്നത് എന്ന 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ചോദിക്കാത്ത കാര്യം ഇനിയുള്ള 1 മണിക്കൂർ പറയരുതായിട്ട് ബി ഗോപാലൻ. എൻ്റെ മാധു, കഴിഞ്ഞ 15 ദിവസത്തെ അന്തിച്ചർച്ചയിൽ നിങ്ങളുടെ ക്യാപ്ഷൻ എടുത്താൽ മതി. മോദി തകർന്നു, BJP തകർന്നു, മോദി ഇല്ലാതാവുന്നു എന്ന ആന്തരിക അർത്ഥത്തോടു കൂടിയിട്ടുള്ളതായിരുന്നു നിങ്ങളുടെ ചർച്ച. അതും ശരിയാ. നിങ്ങൾ വെറുതെ വാശി പിടിച്ച് എന്നോട് ചോദിക്കണ്ട. കഴിഞ്ഞ 15 ദിവസത്തെ നിങ്ങളുടെ ചർച്ചയുടെ ക്യാപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതുള്ളതിന്റെ നല്ല ബോധ്യത്തിലാണ് അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു തരൂ എന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ കഴിഞ്ഞ 15 ദിവസത്തെ ഞാൻ ഈ ചർച്ചയിൽ ഒരു തരത്തിലും നിങ്ങളെ പ്രകോപിപ്പിക്കാനോ ഞാൻ പ്രകോപനത്തിൽ വശംവദനാവാനോ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാനത് നല്ല കട്ടിയാണല്ലേ. കഴിഞ്ഞ 15 ദിവസത്തെ ചർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ മാതൃഭൂമി മാത്രമല്ല. കഴിഞ്ഞ 15 ദിവസത്തെ ചർച്ച ഇവിടെയുള്ള എല്ലാ പാനലിസ്റ്റുകൾക്കും അറിയാം എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, അങ്ങ് ഉഗാണ്ടയിൽ നിന്ന് വന്നിട്ടുള്ള ചൂരൽവടി, പിന്നെ രാജസ്ഥാനിൽ വന്നിട്ടുള്ള പുലിനഖം, അങ്ങനെ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളുടെ ബഹളം. എനിക്കിതൊന്നും സഹിക്കാൻ മേലെ. ഒരു തരത്തിലും മോദിക്ക് അനുകൂലമായ തരംഗമില്ല, ഒരു തരത്തിലും BJPക്ക് അനുകൂലമായ തരംഗമില്ല എന്ന് മാത്രമല്ല, അങ്ങ് ഡൽഹിയിൽ ഇതാ വരുന്നു ഒരു കുറുകിയ മനുഷ്യൻ, പതിഞ്ഞ സ്വരത്തിൽ മോദിയെ നേരിടാൻ കെജ്രിവാൾ കോടതി ഇറക്കി വിട്ടിരിക്കുകയാണ് അടിക്കാൻ. ഇങ്ങനെ എന്തൊക്കെ ആയിരുന്നു നിങ്ങളുടെ ബഹളം. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് സമ്മതിച്ചാൽ അടുത്ത ബി ഗോപാലകൃഷ്ണൻ പോയ അടുത്ത 1 മണിക്കൂർ ഞാൻ തർക്കിക്കാൻ തയ്യാറാണ്. ഞാൻ പറയാത്ത വാചകങ്ങൾ അങ്ങ് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. എനിക്ക് നിങ്ങൾ സമ്മതിച്ച് തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കേ, സമ്മതിച്ചു തരില്ല. എനിക്ക് നിങ്ങൾ സമ്മതിച്ച് തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കേ, 15 ദിവസത്തെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഊഹാപോഹങ്ങളും ഒരു യൂഫോറിയയും എന്തായിരുന്നു എന്ന് നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അതെ, വയറ്റിപ്പഴപ്പല്ലേ. അപ്പം ഞാനത് വീണ്ടും ചർച്ചയ്ക്ക് വെക്കുന്നില്ല. ഞാനത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുകയാണെങ്കിൽ 15 ദിവസത്തെ ക്യാപ്ഷൻ പറയുന്ന 4-ാം തീയതി പൊട്ടിക്കാൻ വെച്ചിരുന്നല്ലേ, ഇരിക്കട്ടെ. 4-ാം തീയതി പൊട്ടിക്കാൻ എന്തെങ്കിലും ബാക്കി വേണ്ടേ? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.